മണ്ണും ജലവും വായു അഗ്നി ആകാശവും ചേർന്ന ഏറ്റവും ചെറിയ പരമാണുവിൻ്റെ ഏറ്റവും വലിയ രൂപമായിരിക്കുന്ന ശിവനാണ് ഏറ്റവും വലിയ സനാതനം. അതിൻ്റെ ഭാഗമായിരിക്കുന്ന വൈഷ്ണവ ശക്തി, ഈ ഹരിതലോകം, നമ്മുടെ ജീവപാലകനായിരിക്കുന്ന മഹാവൈഷ്ണവ ശക്തി, നമ്മുടെ കുണ്ഠിതങ്ങളെ നീക്കുന്ന വൈകുണ്ഠനാഥനായിരിക്കുന്ന മഹാവിഷ്ണുവും അതിൻ്റെ അസ്തിത്വത്തിൽ ജനിച്ച് ചരിക്കുന്ന സകല ജന്തുലോകവും സനാതനനും ശിവൻ എന്നാൽ പൂർണ്ണമായും സനാതനാണോ? അതിന് നാശം വന്ന് തീർന്നില്ലേ, മാറ്റം വന്നാൽ തീർന്നില്ലേ? അപ്പൊ ഈ സനാതന ധർമ്മം, ഈ ധർമ്മത്തിലേക്ക് വരാനുണ്ട്. ഈ മണ്ണിനെ സംരക്ഷിക്കേണ്ട, ഈ ജലത്തിനെ സംരക്ഷിക്കേണ്ട, ഈ സസ്യലോകത്തെ ഇതുപോലെ തന്നെ സംരക്ഷിക്കേണ്ട, സസ്യലോകത്തിന്റെ അസ്തിത്വത്തിൽ നിന്ന് ജനിക്കുന്ന സർവ്വജീവലോകത്തെയും ദൈവമായി കണ്ട് പരിപാലിക്കുന്ന 33 കോടി ദൈവങ്ങളായിട്ട് ഈ ചരാചരങ്ങളെ കണ്ട് സംരക്ഷിക്കുന്ന, അതിന് കാരണമായിരിക്കുന്ന ജീവശക്തിയായിരിക്കുന്ന ബ്രഹ്മശക്തിയെയും അഗ്നിയെയും ആകാശത്തെയും ഒരുപോലെ രഞ്ജിപ്പിച്ച് രഞ്ജിത ഗുണത്താൽ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ധർമ്മ പരിപാലനത്തെക്കുറിച്ച് ബോധമുള്ള അഹിംസ സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ അറിവ് കൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെയാണ്, മനുക്കളെയാണ്, മെന്നിനെയാണ്, മനുഷ്യനെയാണ് പറയുന്നത് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അത് ധർമ്മം എന്നാൽ സനാതന ആ സംവിധാനത്തെ സംരക്ഷിക്കുന്നതാണ് ധർമ്മം. അതെ, സർവ്വതിൽ നിന്നും ധർമ്മം എടുത്തു കളഞ്ഞാൽ നമ്മൾ മറ്റു ജീവജാലങ്ങളുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല. അപ്പൊ ഒന്നുകൂടെ തിരിച്ച്, സനാതനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ധർമ്മം എന്നാൽ ഒരു ധർമ്മമേ ഉള്ളോ ഈ ലോകത്ത്? അല്ല, ഓരോ ജീവജാലങ്ങൾക്കും ഓരോ ധർമ്മം, ഓരോ ചെടികൾക്കും ഓരോ ധർമ്മം, ഓരോ വൃക്ഷങ്ങൾക്കും ഓരോ ധർമ്മം, ഓരോ മൗണ്ടുകൾക്കും ഓരോ ധർമ്മം, ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ ധർമ്മം, ഓരോ പ്രദേശത്തിനും ഓരോ ധർമ്മമാണ്. ഓരോ നിമിഷത്തിലും ഓരോ ധർമ്മങ്ങൾ മാറുന്നുണ്ട്. അതെ, ഓരോ രാജ്യത്തിനും ഓരോ ധർമ്മമാണ്, ഓരോ ഭൂഖണ്ഡങ്ങൾക്കും ഓരോ ദ്വീപുകൾക്കും ഓരോ ധർമ്മമാണ്, ഓരോ നദികൾക്കും ഓരോ ധർമ്മമാണ്. അപ്പൊ ആ ധർമ്മം അവനവന്റെ ഇഷ്ടത്തിന് ചെയ്യാവുന്ന കാര്യമാണോ? അങ്ങനെയാണെങ്കിൽ അല്ല. ധർമ്മം എങ്ങനെയാണ്? ധർമ്മം എന്ന് പറഞ്ഞാൽ സർവ്വതിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അറിവാണ്. സനാതനത്തെയും ഈ സനാതനന്മാരെയും സനാതനിമാരെയും എല്ലാം ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, സർവ്വജീവലോകത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ധർമ്മമാണ്. എങ്ങനെ ഇവരെല്ലാം കൊന്നെടുക്കുന്നോ അതെല്ലാം അധർമ്മമാണ്. അത് എന്തിനു വേണ്ടിയിട്ടായാലും, ആഹാരത്തിന് വേണ്ടി, ആചാരത്തിന് വേണ്ടിയിട്ടായാലും ഒരു ജീവനെ ഹനിക്കുന്നുണ്ടെങ്കിൽ അത് അധർമ്മമാണ്. പൂജയ്ക്ക് വേണ്ടിയാണെങ്കിലും ആഹാരത്തിന് വേണ്ടിയാണെങ്കിലും. ഞാൻ ഒരു ഉദാഹരണം പറയാം. മോഹൻജിയുടെ വീട്ടിൽ അവിടെ ഇല്ല, ഞാനും എൻ്റെ കുടുംബവും കൂടി അവിടെ വരികയാണ്. ഞങ്ങൾ നോൺ കഴിക്കുന്നവരാണ്. അങ്ങ് ഞങ്ങളവിടെ എത്തിയെന്ന് പറയുമ്പോഴാണ് അങ്ങ് പറയുന്നത്, ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോയിരിക്കുകയാണ്, നിങ്ങൾ അവിടെ എന്താണെന്ന് വെച്ചെന്നാൽ ഗംഭീരമായിട്ട് കറി എന്താണെന്ന് വെച്ചോ, താക്കോലിൻ്റെ സ്ഥലത്ത് ഇരിപ്പുണ്ട്, അപ്പോൾ അവിടെ അത്യാവശ്യം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഫുഡ് റെഡിയാക്കി ഞങ്ങൾ എത്തിക്കോളാം. അവിടെ അങ്ങ് പുന്നാരിപ്പിച്ച് വളർത്തുന്ന ഒരു ആട്ടുംകുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഒരു കോഴിയുണ്ട്. ഞങ്ങൾ അതിനെ കണ്ടിച്ച് കറി വെച്ച് അവിടെ വെച്ചിരുന്നാൽ അങ്ങ് കഴിക്കുന്ന ആളാണ്, മാംസം കഴിക്കുന്ന ആളാണ്. അങ്ങ് ഒരു കുട്ടിയെപ്പോലെ കാണുന്ന ആ മൃഗത്തെ, അല്ലെങ്കിൽ ആ പക്ഷിയെ, അല്ലെങ്കിൽ എന്തോ, ഞങ്ങളതിനെ മുറിച്ച് പാകം ചെയ്ത് കൊന്ന് അതിനെ കറി വെച്ച് വെച്ചാൽ അങ്ങത് കഴിക്കില്ലേ? അതാണ്. കഴിക്കുമോ? പറ്റില്ലല്ലോ. കൊച്ചുകുട്ടിയെ പോലെ വളർത്തിയെങ്കിൽ ആ ആട്ടുംകുട്ടിയെ അങ്ങ് ഓമനിച്ച് വളർത്തുന്ന ആട്ടുംകുട്ടിയെ വളർത്തി കൊണ്ടുവരുമ്പോൾ അതിനെ കൊന്നാൽ അങ്ങ് കഴിക്കുമോ? അങ്ങനെ മക്കള് കഴിക്കുമോ? കഴിക്കില്ല. എന്തുകൊണ്ട് കഴിക്കില്ല? അതിനുള്ള സ്നേഹത്തിലാണെന്ന് പെരുമാറിയത്. അപ്പൊ ഈ കൊല്ലുന്നതിനോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണല്ലോ അതിനെ കൊല്ലുന്നത്. അതെ, സ്നേഹമില്ലെങ്കിൽ സനാതനധർമ്മികളല്ല. അതെ, സർവ്വജീവലോകത്തോടും സ്നേഹമുണ്ടാവും. വിരോധമുള്ളത് കൊണ്ടാണല്ലോ മത്സ്യത്തെ പിടിക്കുമ്പോൾ തുള്ളിച്ചാടുന്നത്. അപ്പൊ സ്നേഹമില്ലാതെ ഒരാൾക്ക് പൂജ ചെയ്യാൻ പറ്റില്ല. അതെങ്ങനെയാണ് പൂജിക്കുന്നത്? അവനവന്റെ ഉദരത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ സനാതനധർമ്മം എന്ന് പറയണ്ട. ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടുമല്ല, അതും ജന്തുലോകത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല. അതാണ് സനാതനധർമ്മത്തിന്റെ പ്രത്യേകത. പൂജ ചെയ്യുന്ന മുഴുവൻ ആളുകളും ഈ സനാതനധർമ്മം നിലനിർത്താനുള്ള പൂജ ചെയ്യേണ്ടതുള്ളൂ. പൂജ എന്നാൽ അതാണ്, വേറൊരു പൂജയില്ല. ഇല്ല, അതായത് ധർമ്മം ഉണ്ട്, അത് ഒരു രീതിക്കുള്ളതേ ഉള്ളൂ. പൂജ ഒരു രീതിക്കുള്ളതേ ഉള്ളൂ. സനാതനം ഒരു രീതിക്കുള്ളതേ ഉള്ളൂ. സനാതന ധർമ്മവും ഒരു രീതിക്കുള്ളതേ ഉള്ളൂ. ഈ പൂജ ഇല്ലെങ്കിൽ നമ്മൾ പൂജ്യമായി പോകും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വിലയില്ലാത്ത ഒന്നായിട്ട് ഭൂമി മാറും. ഈ നവഗ്രഹങ്ങളുടെ പൂജ ഉള്ളതുകൊണ്ടാണ്, പൂജിതാർഹിതമായിട്ടാണ് ഇവിടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത്. അപ്പോഴാണ് ഇത് പൂജനീയമാകുന്നത് ഭൂമി. നമ്മൾ അമ്മയെ, ഭാരതാംബയൊക്കെ പൂജിക്കുന്നതിന് കാരണം, പൂജനീയമാക്കുന്നത് നമ്മളുടെ ഈ ധർമ്മത്തെ കൊടുത്തിട്ടാണ്, അധർമ്മത്തെ ചെയ്തിട്ടല്ല. അധർമ്മത്തെ ചെയ്താൽ ഭാരതം വട്ടപൂജ്യമാകും.
ധർമ്മം അങ്ങ് എടുത്തു കളഞ്ഞാൽ, സനാതന ധർമ്മം നമ്മളിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചാൽ, അല്ല ഇത്തരം പൂജകളൊന്നും ഇല്ലാത്ത നിരവധിയായ പ്രദേശങ്ങളും രാജ്യങ്ങളും വേറെ ഉണ്ടല്ലോ. പക്ഷെ അതുപോലെയല്ല. ഈ ഹിമാലയം നിൽക്കുന്നതിന് കാരണം ലോകത്തിന്റെ ജീവന്റെ ഹൃദയസ്ഥാനം എന്ന് പറയുന്ന, ഹൃദയ പീഠം എന്ന് പറയുന്ന, ഈ ജീവൻ ജനിക്കുന്നതിന് കാരണമായിരിക്കുന്ന ജംബൂദ്വീപിന്റെ ആ ഹൃദയം ഹിമാലയമാണ്. ആ ഹിമാലയത്തെ നിലനിർത്തുന്നത് ഇവിടെ വൈഷ്ണവാരാധന ഉള്ളതുകൊണ്ടാണ്. നമ്മളുടെ ധർമ്മം ജന്തുലോകത്തെ മാത്രം സംരക്ഷിക്കുക എന്നുള്ളതല്ല, സസ്യലോകത്തെയും ജന്തുലോകത്തെയും ഒരുപോലെ സംരക്ഷിച്ചുകൊണ്ട് യുഗ്മസഞ്ചാരം ചെയ്യിക്കുന്ന വണ്ടിക്കാരനാണ് മനുഷ്യൻ. അത് വലിക്കുന്നത് കാളയാണ്. കാളയെയും സംരക്ഷിക്കണം, ഗോക്കളെയും സംരക്ഷിക്കണം. കാരണം ഈ കാളയെ പ്രസവിക്കുന്നത് പശുവാണ്. ആ ബീജത്തെ ധരിക്കാനായിട്ട് വേറെ ആർക്കും പറ്റില്ല, അത് ഗോക്കൾക്കേ പറ്റൂ. ഗോമാതാവ് പറയുന്നത് കാലത്ത് ഏത് ബീജത്തെ അടത്തി മാറ്റിയാൽ ഭൂമിയിൽ സർവ്വബീജവും അപ്രത്യക്ഷമാകുന്നു, സർവ്വജീവലോകവും അപ്രത്യക്ഷമാകുന്നു. ആ ബീജം ഋഷഭത്തിൻ്റെതാണ്. ഈ ഭൂമി സഞ്ചരിക്കുന്നത് ഋഷഭം വാഹനമായുള്ളതുകൊണ്ടാണ്. ബീജഗോളമായിരിക്കുന്ന അണ്ടധാരനായിരിക്കുന്ന ഈ ഭൂമി, ജീവന്റെ രാജധാനിയായിരിക്കുന്ന ഈ ഭൂമി സഞ്ചരിക്കുന്നത് ബേസായിരിക്കുന്ന ബീജമായിരിക്കുന്ന ഋഷഭത്തിന്റെ ബീജമുള്ളതുകൊണ്ടാണ്, ഋഷഭമുള്ളതുകൊണ്ടാണ്. ആ നന്ദിയോടാണ് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കേണ്ടത്. ആ നന്ദിയുടെ മാതാവിനെയാണ് ഗോമാതാവ് എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെ ചരിക്കണമെന്നുണ്ടെങ്കിൽ പോലും രണ്ടാമത്തെ സനാതനും മൂന്നാമത്തെ സനാതനും ഒപ്പം നിന്നെങ്കിൽ മാത്രമല്ലേ ഇതും ചരിക്കുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ഭൗതികതയെയും ജൈവികതയെയും ദൈവികതയെയും ചേർത്ത് വെച്ച് വിളക്കുന്ന വിളക്കായിട്ട് ഭാരതീയ ദർശനങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ലോകത്ത് ഹിമാലയം ഇടിഞ്ഞു താഴാത്തത്. അഖണ്ഡ ഭാരതം എന്ന് പറയാൻ കാരണം ഭാരതം ഖണ്ഡമായാൽ, ഭാരതത്തിൽ വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ആരാധനാ രീതി നിന്നാൽ, ഈ ശൈവാരാധന നിന്നാൽ, പശ്ചിമഘട്ടം മാഞ്ഞാൽ ഹിമാലയം ഇടിഞ്ഞു താഴും. ഹിമാലയം താന്നാൽ അന്റാർട്ടിക്ക ഉണ്ടാവില്ല. അപ്പോൾ സമുദ്രമേകമാകും ഈ വൈഷ്ണവ ശക്തിയുടെ പാലാഴി എന്ന് പറയുന്നത്. ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും മധ്യയുള്ള ആ വായുമണ്ഡലമാണ്. അതാണ് വിഷ്ണുവിൻ്റെ പാലാഴി. ആ പാലാഴി മഥനം അങ്ങ് നിൽക്കും. ആ പാലാഴി അങ്ങ് ഖണ്ഡമാകും. അപ്പോൾ സർവ സമുദ്രങ്ങളും ഒന്നായി ഏകമാകും. അപ്പോൾ ഒരു സ്ഥലം മാത്രമേ ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുകയുള്ളൂ. അവിടെ മാത്രമേ ഒരു ആലിലയിൽ വൈഷ്ണവൻ ശയിക്കുകയുള്ളൂ. അത് അരുണാചല പർവ്വതമാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിൽ റീഫിൽ ചെയ്ത് നിർത്തിയിരിക്കുന്ന ഈ ജലാംശം അത് വൈഷ്ണവ ശക്തിയുടെ വൈഭവത്താലാണ്. ആ ഭീമമായിട്ടുള്ള ജലത്തിൻ്റെ അളവ് നമ്മളുടെ ഭൂമിയിലേക്ക് എത്തിയാൽ, ഈ സസ്യലോകമില്ലെങ്കിൽ ജന്തുലോകം മുഴുവൻ നശിച്ചാൽ, ആ ശരീരത്തിലുള്ള ജലാംശം മുഴുവൻ ഭൂമിയിലേക്ക് എത്തിയാൽ, സസ്യലോകം നശിച്ചാൽ, ആ സസ്യലോകത്തിൻ്റെ 70% ജലമാണ്, അതും കൂടി ഭൂമിയിലേക്ക് എത്തിയാൽ സമുദ്രം ഏകമാകും. അപ്പോൾ കൽപ്പാന്തം സംഭവിക്കും. ഇതിനെ കേൾക്കുന്ന ആളുകൾ ശിവൻ മണ്ണാണെന്നും ജലം പാർവതിയാണെന്നും പഞ്ചഭൂതങ്ങളാണെന്നും സനാതനാണെന്നും അതിനെ ധർമ്മം കൊണ്ട് സംരക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആളുകൾക്ക് സംശയങ്ങൾ നിരവധി ഉണ്ടാവാം. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നയാൾ ആവശ്യക്കാരാണെങ്കിൽ അത് സംശയം നിവൃത്തി വരുത്താൻ വേണ്ടി ഇതിൻ്റെ കമൻറ്റുകളോ അല്ലെങ്കിൽ അതിൻ്റെ എന്താണോ ചോദിക്കേണ്ടത് ആ ചോദ്യം ഈ ചാനലിൽ കൂടെ വ്യക്തമായി ചോദിക്കേണ്ടതുണ്ട്. എങ്കിലേ സനാതനധർമ്മം നമുക്ക് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതെ, ഈ തെറ്റിദ്ധാരണകൾ മാറുള്ളൂ. ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും സനാതനധർമ്മം എന്താണെന്ന് അറിയാൻ പാടില്ലാതെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ധരിച്ചാൽ അത് മതചിന്തയിൽ നിന്ന് രൂപപ്പെട്ടതല്ല, ശാസ്ത്രചിന്തയിൽ നിന്ന് മാത്രം രൂപപ്പെടുന്നതാണ്. അത് മതമാക്കി ഒരിക്കലും മാറ്റുവാനും കഴിയില്ല. മതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ മതം വിടേണ്ടവരാണ്. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്ന് മാത്രമാണ് അർത്ഥം. നമ്മൾ പറയേണ്ടത് അഭിപ്രായമാണോ? നമ്മൾ പറയേണ്ടത് മതമാണോ? നമ്മൾ അറിയേണ്ടതും പറയേണ്ടതും പഠിക്കേണ്ടതുമെല്ലാം അറിവാണ്. അറിവാണെങ്കിൽ അത് മതമാണോ? അത് അഭിപ്രായമാണോ? അതല്ല. നമ്മുടെ ഈ അടുത്ത കാലത്ത് ചിട്ടപ്പെടുത്തിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലമുറകളെ കുറച്ച് ഏതാനും തലമുറകളായി ചിട്ടപ്പെടുത്തി വന്നിട്ടുള്ള മതവിഭാഗങ്ങളുണ്ട്. നമ്മൾ ഓരോ മതങ്ങളുമുണ്ട്. അവർക്കെല്ലാവർക്കും ഇന്ന് സനാതനധർമ്മികളാകാവുന്നതാണ്. ആർക്കും സനാതനധർമ്മം ആകാൻ പാടില്ലാത്ത ആരും ഇവിടെയില്ല എന്നാണല്ലോ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും